ഇവരനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എന്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നുവിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത്. അതിനല്ലേ ഉണ്ടായത്. വയറ് വീർത്ത് 4 കാലും മുകളിലേക്ക് ഒരു നാക്കിന്നൊരു നൊരയും വന്നില്ല. അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് ഇത് ചാവുന്നത്. ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എന്റെ വീട്ടിൽ അങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള നമുക്കറിയില്ല. എറണാകുളത്ത് നിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു. ഒരാഴ്ച എടുത്തു ഇതിന്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വരാൻ. അപ്പോഴും പറഞ്ഞത് വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധിയൊന്നും ഉണ്ടായില്ല. എന്തായാലും അതിന്റെ ഒരു നഷ്ടം, കാരണം എന്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല. എല്ലാം ഞാനും എന്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം. അതുകൊണ്ട് ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എന്റെ മോളും മോനും ഒക്കെ തന്നെയാണ്. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ, മാത്രമല്ല 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം. അപ്പൊ ഈ 2 മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പൊ തന്നെ എന്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു. എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പൊ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ്. ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു. നിർമ്മാതാവിനെ വിളിച്ചു. സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു. ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു. എല്ലാരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷം രൂപയോളം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്. അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും. നോക്കിക്കോളൂ, ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു. നോക്കിക്കോ, ഉറപ്പായിട്ടും. ആഗ്രഹമില്ല അങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൃഷ്ണഗിരിക്ക് കൂടെ വരാം. ഞാൻ എപ്പോഴും പശുക്കളെ എടുക്കുന്ന അവിടുന്ന്. കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ നല്ല HF തന്നെ ഏകദേശം ഇവിടെ നമുക്ക് HF ഒരു 70,000 രൂപ വരുന്ന സാധനം ഞാൻ നിനക്ക് അവിടെ നിന്ന് ഒരു 40 രൂപ 35 രൂപയ്ക്ക് മേടിച്ചു തരാം. ട്രാൻസ്പോർട്ടിംഗ് കാശും കുറച്ചിട്ട്. എനിക്ക് അറിയുന്ന ഒരുപാട് അവിടെ തമിഴ് ഡീലേഴ്സ് ഉണ്ട്. അപ്പോ അത് ഫുൾ HF എടുക്കണ്ട. ഫുൾ HF എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് കാലാവസ്ഥയിൽ കുറച്ച് ഇതാവും. ഒരു മീഡിയം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 40 രൂപ 35 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് നമുക്കൊരു 10-15 കൊണ്ടുവരാം കേട്ടാ. മാറി ഈ 5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു 12 പശുവിനെ നമുക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊണ്ട് ഇവിടെ കൊണ്ടിറക്കാൻ പറ്റും. അതായത് നല്ല 7 മാസം 6 മാസം ചെനയായ പശുക്കളെ ഞാൻ പറയും. അത് കൊണ്ടുവരാൻ പറ്റും. സംഭവിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ തന്നെയാണെങ്കിലും അതിനേക്കാൾ ഉപരി ഇതിലും നന്നായിട്ട് വരട്ടെ.